ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മാത്സ് 4ാമത്തെ ചാപ്റ്റർ ജോയ്ഫുൾ ഓണം. പൂക്കളം. നീരവ്, നിയ ആൻഡ് ഗ്രാൻഡ്മ പിക്ഡ് ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം. പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീരവും നിയയും ഗ്രാൻഡ്മയും പൂക്കൾ വരച്ചു. കൗണ്ട് ആൻഡ് റൈറ്റ്. കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ നീരവ്, നിയ, ഗ്രാൻഡ്മ 3 പേരും പറിച്ച പൂക്കൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നീരവിൻ്റേതിൽ ഓലിയൻഡർ, റോസ്, ജാസ്മിൻ, ക്രിസാന്തിമം ഇത്രയെണ്ണമാണ് ഉള്ളത്. അതിൽ നീരവിൻ്റെയിൽ കൗണ്ട് ചെയ്തിട്ട് എഴുതാം. ഓലിയൻഡർ എത്ര എണ്ണം ഉണ്ട്? 4 എന്ന് എഴുതാം. ദെൻ റോസ് 3, ജാസ്മിൻ 10, ക്രിസാന്തിമം 2. ഇത്രയാണ് നീരവിൻ്റേതിൽ. ഇനി നിയയുടേതിൽ ഓലിയൻഡർ എത്ര? 10 ആണ്. റോസ് 1 ആണ്. ആൻഡ് ഗ്ലോബ് അമരന്ത് 6 ആണ്. ഗ്രാൻഡ്മയുടേതിൽ ജാസ്മിൻ 10, ഗ്ലോബ് അമരന്ത് 3, ക്രിസാന്തിമം 2. നെക്സ്റ്റ്, they sorted the flowers into different baskets. How many of each? അവരെന്ത് ചെയ്തു? ഓരോ പൂക്കളും ഓരോ ബാസ്ക്കറ്റിലായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പൂക്കളും ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോസ് നീരവ് ബ്രോട്ട് 3 roses ആൻഡ് നിയ ബോട്ട് 1 rose. 3 and 1 make 4. ടോട്ടൽ 3 + 1 = 4. ഇതുപോലെ ഓരോ പൂക്കളുടേതും സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് എഴുതണം. നെക്സ്റ്റ്, ക്രിസാന്തിമം. ഇപ്പോൾ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് കൗണ്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. അതിൽ നീരവ് എത്ര എണ്ണം ക്രിസാന്തിമം ഉണ്ടായിരുന്നു? നീരവിൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? 2 ആണ്. അപ്പോൾ നീരവ് ബ്രോട്ട് 2, ദെൻ ഗ്രാൻഡ്മ ബ്രോട്ട് 2 ആൻഡ് 2 and 2 make 4. 2 and 2 make 4. ടോട്ടൽ 2 + 2 = 4. നെക്സ്റ്റ്, ജാസ്മിൻ. നീരവ് ബ്രോട്ട് 10, ഗ്രാൻഡ്മ ബ്രോട്ട് 10. 10 and 10 make 20. Total 10 + 10 = 20. How many Jasmine? 20. Next, Oleander. Neerav brought 10, Nia brought 4. 10 and 4 make 14. 10 + 4 = 14. Together they brought 14 Oleander. Globe Amaranth. Nia brought 6, Grandma brought 3. 6 and 3 make 9. 6 + 3 = 9. Total 9 globe amaranth. Father also bought some flowers. They drew an outline for the പൂക്കളം. കളർ ഇറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു പൂക്കളത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവർ വരച്ചൊരു പൂക്കളം. അത് കളർ ചെയ്യുക. ഹൗ മെനി സർക്കിൾസ് ഇൻ ഇറ്റ്? ഇതിൽ എത്ര സർക്കിൾ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതുക. എത്ര എണ്ണം ഉണ്ട്? എത്രയുണ്ട്? 17 സർക്കിൾസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. They made a garland with the remaining flowers. ഒരു ഗാർലൻഡ് ഉണ്ടാക്കി ബാക്കി വന്ന ഫ്ലവേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ അവരുണ്ടാക്കിയിട്ടുള്ള ഗാർലൻഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ക്രിസാന്തിമം ഉണ്ട്, എത്ര റോസസ് ഉണ്ട്, അത് എത്ര ഗ്ലോബ് അമരന്ത് ഉണ്ട്. ഹൗ മെനി ക്രിസാന്തിമം ഇൻ ദ ഗാർലൻഡ്? 4. ഹൗ മെനി? 4. ഹൗ മെനി ക്രിസാന്തിമം? 4. ദെൻ ഹൗ മെനി റോസസ്? 3. How many globe amaranth? 2. Look at the pattern of flowers. Draw more flowers in the same pattern and color them. ഇതിൽ more flowers same pattern draw ചെയ്യുക, കളർ ചെയ്യുക. Did you draw the same number of flowers? How many flowers in all? അപ്പോൾ നമ്മൾ എത്ര ഫ്ലവേഴ്സ് ആണോ അതിൽ വരച്ചിട്ടുള്ളത് കൗണ്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ. ദെൻ ബാംഗിൾസ്. വാട്ട് ഹാഡ് ഗ്രാൻഡ്മ ബ്രോട്ട് ഫോർ നിയ? എന്താണ് ഗ്രാൻഡ്മ നിയക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്? ബ്യൂട്ടിഫുൾ ബാംഗിൾസ്. Nia is happy. She counted the bangles. How many bangles? 6 + 6 = എത്ര? 6 + 6 = 12. Total 12 bangles. Next, bangles in hands can be worn in different ways. Different numbers on each arm. Total എത്ര bangles ഉണ്ട്? 12 bangles ഉണ്ട്. ഓരോ കയ്യിലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് 12 ബാംഗിൾസ് ഇടാം. എങ്ങനെ ഇടാം? 5 days തന്നിട്ടുണ്ട്. 5 ദിവസം നമുക്കിത് 5 രീതിയിൽ ഇട്ടിട്ട് ടോട്ടൽ 12 ആക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ഇടാം? 5ഉം 7ഉം ആയിട്ട് ഇടാം. 5, 7 ടോട്ടൽ 12. 5, 7. പിന്നെ എങ്ങനെ ഇടാം? 4, 8, 3, 9, 2, 10, 1, 11. നെക്സ്റ്റ് എന്താ? Rayan came for the Onam fest. He helped to count out the glasses. Glass count ചെയ്യാൻ help ചെയ്തു. I counted out 5.
there is one more in front. Then 5 and 1 make 5 and 1 make 6. 5 plus 1 is equal to 6. Then Neerav took out etra 8. Then Nia took out 7. Then glasses 8 plus 7 is equal to 15. Neerav gave 3 glasses to Nia. 3 ഗ്ലാസ് ആർക്ക് കൊടുത്തു? നിയക്ക് കൊടുത്തു. ബാക്കി എത്ര നീരവിൻ്റെ കയ്യിലുണ്ട്? 5 glasses. ദെൻ നിയയുടെ കയ്യിൽ 7 glasses ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നീരവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ 3 glasses, 3 glasses. ടോട്ടൽ 7 plus 3, 10 glasses. Nia has 10 glasses. They again changed glasses. How many glasses can each possibly have? അതായത് അവർ പിന്നെയും എന്ത് ചെയ്തു? ഗ്ലാസ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ടോട്ടൽ 15 glasses ആണ് ഉള്ളത്. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചേഞ്ച് ചെയ്യാം എന്നതാണ്. അപ്പോൾ നീരവിൻ്റെ കയ്യിൽ 11 ഉണ്ടെന്ന് ചിന്തിക്കാം. അപ്പോൾ നിയയുടെ കയ്യിൽ എത്രയുണ്ടാവും? ടോട്ടൽ 15 glasses ആണ്. അപ്പോൾ നീരവിൻ്റെ കയ്യിൽ 11 എണ്ണം ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ നിയയുടെ കയ്യിൽ 4 ആയിരിക്കും. മറ്റൊരു രീതിയിൽ നീരവിൻ്റെ കയ്യിൽ 14 ഉണ്ടെങ്കിൽ നിയയുടെ കയ്യിൽ എത്ര ഉണ്ടായിരിക്കും? 1 ആയിരിക്കും. നെക്സ്റ്റ്, ഓണം ഫെസ്റ്റ്. റിലേറ്റീവ്സ് ആൻഡ് നെയ്ബേഴ്സ് കെയിം ഫോർ ദ ഫെസ്റ്റ്. റിലേറ്റീവ്സും നെയ്ബേഴ്സും ഫെസ്റ്റിന് വേണ്ടി വന്നു. Shall we lay out the leaves? Then Nia took 9 leaves. Neerav took 8 leaves. Total 8 plus 9 is equal to 17. Onasadya. All sat down to eat. How many children? How many grown-ups? And all together. എത്ര കുട്ടികളുണ്ട്? എത്ര മുതിർന്നവരുണ്ട്? ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് ചോദിക്കുന്നത്. How many children? 7. And how many grown-ups? 9. All together 7 children plus 9 grown-ups equal to 16. Number of leaves used for the fest. Total എത്ര leaves? 16 ആൾക്കാരുണ്ടെങ്കിൽ 16 leaves. Total number of leaves Neerav and Nia brought 9 8 17 leaves. Are the leaves more or less? 16 leaves മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 17 leaves അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന leaves more or less? More. How many? 1. 16 യൂസ് ചെയ്തു, 17 കൊണ്ടുവന്നു, 1 more ആണ്. സൈറ്റ് സീയിങ്. ആഫ്റ്റർ ദ ഫെസ്റ്റ് ദേ സെറ്റ് ഔട്ട് ഫോർ ദ പാർക്ക്. സൈക്കിൾ വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? ഒരു സൈക്കിളിന് എത്ര വീല്? 2. ആൻഡ് പ്ലസ് മറ്റേ സൈക്കിളിന് 2. 2 plus 2 is equal to 4. ഓട്ടോസ്. വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? എത്ര? ഒരു ഓട്ടോക്ക് എത്ര വീലുണ്ട്? 3. നെക്സ്റ്റ് 3. അപ്പോൾ 3 plus 3 is equal to 6. 3 cars, we are 2. How many wheels can you tell? ഒരു കാറിന് എത്ര വീല്? 4 wheels. മറ്റേതിനും 4. 4 plus 4, 8. Then fill up the blank boxes. ഇപ്പോൾ ഡബിളാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡബിളാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് പിക്ചറിൽ 2 നമ്പർ. ദെൻ അതിൻ്റെ ഡബിൾ 4 ആണ്. നെക്സ്റ്റ് എത്ര അംബ്രേലയുണ്ട്? 3 ആണ്. അതിൻ്റെ ഡബിൾ എത്രയാണ്? 3 plus 3, 6. ദെൻ 4 കാറ്. ഡബിൾ എത്രയാണ്? 4 plus 4, 8. ദെൻ 5 ബോൾസ്. 5 plus 5, 10. ഓക്കെ. തൊട്ടപ്പുറത്ത് നമ്പറും ഡബിളും എഴുതേണ്ടതായിട്ടുണ്ട്. ചിലതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചിലതിൽ ഡബിൾ കൊടുത്തിട്ടുണ്ട്. 6 ആണ് ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡബിൾ എത്രയാണ്? 6 plus 6, 12. ദെൻ ഡബിൾ കൊടുത്തിട്ടുണ്ട് 14. 14 ആണ് അതിൻ്റെ ഡബിൾ. ദെൻ നമ്പർ എത്രയായിരിക്കും? 7 plus 7, 14. ദെൻ നമ്പർ കൊടുത്തിട്ടുണ്ട് 8. ഡബിൾ എത്രയാണ്? 8 plus 8, 16. ദെൻ 9. 9 plus 9, 18. ദെൻ ഡബിൾ കൊടുത്തിട്ടുണ്ട് 20. എത്രയാണ് നമ്പർ? 10 plus 10, 20. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? ട്രീയിൽ എത്ര ബേർഡ്സ് ഉണ്ട്? ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ എത്ര ബേർഡ്സ് ഉണ്ട്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കൗണ്ട് ചെയ്യുക. ട്രീയുടെ മുകളിൽ 8 ബേർഡ്സ് ഉണ്ട്. ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? 8. ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? 12. ഹൗ മെനി ഇൻ ഓൾ? 8 plus 12. ടോട്ടൽ എത്രയുണ്ട്? 8 plus 12 is equal to 20. Where are more birds on the tree or in the ground? എവിടെയാണ് കൂടുതൽ ബേർഡ്സ് ഉള്ളത്? ട്രീയുടെ മുകളിലാണോ അതോ ഗ്രൗണ്ടിലാണോ? എവിടെയാണുള്ളത്? ഗ്രൗണ്ടിൽ. ഓൺ ദ ഗ്രൗണ്ട്. ഹൗ മെനി മോർ? ഗ്രൗണ്ടിൽ 12 ആണുള്ളത്, ട്രീയിൽ 8 ആണുള്ളത്. അപ്പോൾ എത്ര കൂടുതലുണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതും. 12 minus 8 is equal to 4. അടുത്തത് ഡക്സ്. പിക്ചർ നോക്കുക. ഹൗ മെനി ഡക്സ് ഓൺ ദ ഗ്രൗണ്ട്? 11. ഹൗ മെനി ഡക്സ് ഇൻ ദ വാട്ടർ? 9. Where are more ducks? On the ground or in the water? ഗ്രൗണ്ടിലാണോ വാട്ടറിലാണോ കൂടുതൽ ഡക്സ് ഉള്ളത്? എവിടെയാ? ഗ്രൗണ്ടിലാണ്. എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ഉണ്ട്. 11. വാട്ടറിൽ എത്രയേ ഉള്ളൂ? 9 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഗ്രൗണ്ടിലാണ്.
ഹൗ മെനി മോർ എത്ര കൂടുതൽ? 11 മൈനസ് 9 ഇസ് ഈക്വൽ ടു 2. 3 ducks ഓൺ ദ ഗ്രൗണ്ട് സ്റ്റെപ്ഡ് ഇൻ ടു ദ വാട്ടർ. ഗ്രൗണ്ടിലുണ്ടായ ഡക്സിൽ 3 എണ്ണം വെള്ളത്തിലേക്ക് വന്നു. നൗ ഹൗ മെനി ഇൻ വാട്ടർ? നേരത്തെ നമ്മൾ എത്രയാണ് വാട്ടറിലുണ്ടെന്ന് പറഞ്ഞത്? 9 ആയിരുന്നു. 11 ഗ്രൗണ്ടിലും ഉണ്ടായിരുന്നു. അതിൽ നിന്നും 3 എണ്ണം വാട്ടറിലേക്ക് വന്നു. ഇപ്പോൾ വാട്ടറിൽ എത്രയായി വന്നു? 9 + 3 ഇസ് ഈക്വൽ ടു 12. ഹൗ മെനി ഇൻ ദ വാട്ടർ? 12. ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? 11 ആയിരുന്നു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണമാണ് ഇപ്പോൾ വാട്ടറിലേക്ക് പോയത്. അപ്പോൾ 11 മൈനസ് 3 8. ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്ബ്. All went to the Onam fest at the club. Musical chairs about to start. There are 13 children and 11 chairs. Musical chair 13 children, 11 chair. When the music stops, 2 without seats will be out of the game. Music stop ആക്കുമ്പോൾ 2 ആൾക്കാർ ഗെയിമിൽ നിന്നും ഔട്ട് ആവും. ഫസ്റ്റ് ടൈം ദ മ്യൂസിക് സ്റ്റോപ്പ്ഡ്, 2 were ഔട്ട് ഓഫ് ദ ഗെയിം. ഫസ്റ്റ് ടൈം മ്യൂസിക് സ്റ്റോപ്പാക്കി 2 പേര് ഗെയിമിൽ നിന്ന് ഔട്ടായി. ഹൗ മെനി കിഡ്സ് റിമൈൻ? ടോട്ടൽ എത്ര ചിൽഡ്രൻ ഉണ്ടായിരുന്നു? 13 ചിൽഡ്രൻ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ 2 ആൾക്കാർ ഔട്ടായി. 13 മൈനസ് 2 ഇസ് ഈക്വൽ ടു 11. 2 chairs were also removed. 2 ചെയറും റിമൂവ് ചെയ്തു. ചെയർസ് റിമൈനിങ്, ചെയർസ് എത്ര ഉണ്ടായിരുന്നു? 11 ചെയർസ് ഉണ്ടായിരുന്നു. 2 ചെയർ റിമൂവ് ചെയ്തു. ദെൻ ബാക്കി എത്രയുണ്ട്? 11 മൈനസ് 2 9. 2 were out in the next round also and 2 more chairs were removed. Then kids remaining എത്ര ഉണ്ടായിരുന്നു? 11 ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ആൾക്കാർ കൂടെ പോയി. ദെൻ റിമൈനിങ് 9. 11 ചെയർസ് റിമൈനിങ് 9 ചെയർസ് ഉണ്ടായിരുന്നത്. 2 ചെയർ പോയി. ദെൻ റിമൈനിങ് 9 മൈനസ് 2 is equal to 7. 2 were out in the next round also and 2 more chairs were removed. നെക്സ്റ്റ് റൗണ്ടിൽ അപ്പോൾ കിഡ്സ് റിമൈനിങ് എത്രയായിരിക്കും? 9 ആയിരുന്നു ഉണ്ടായിരുന്നത്. 9 മൈനസ് 2 7 ആയി. ദെൻ ചെയർസ് റിമൈനിങ് 7 ആയിരുന്നു ഉണ്ടായിരുന്നത്. 7 മൈനസ് 2 എത്രയായി? 5 ആയി. ടഗ് ഓഫ് വാർ. ഫോർ ടഗ് ഓഫ് വാർ ഈച്ച് ടീം ഹാസ് 8 members. 2 ടീമിലും 8 മെമ്പേഴ്സാണുള്ളത്. ഹൗ മെനി ഇൻ ഈച്ച് ടീം? ഹൗ മെനി? 8 ആൾക്കാർ വീതമാണ് ഓരോ ടീമിലുള്ളത്. അപ്പോൾ 8. ഹൗ മെനി ഇൻ ബോത്ത് ടീംസ് ടുഗെദർ? 2 ടീമിലും കൂടി എത്ര ആൾക്കാർ? ഒരു 8 + 8 16. ഹൗ മെനി മോർ ഡു ദേ നീഡ് ടു മേക്ക് എ ടീം? 5 ആൾക്കാരാണുള്ളത്. ഒരു ടീമിൽ എത്ര ആൾക്കാർ വേണം? 8 ആൾക്കാർ വേണം. അപ്പോൾ ഇനി എത്ര ആൾക്കാരെ കൂടി വേണം ഇവരെ ഗ്രൂപ്പിൽ? അപ്പോൾ 8 മൈനസ് 5 ഇസ് ഈക്വൽ ടു 3. 3 ആൾക്കാർ കൂടെ വേണം. ബെഡ് ത്രെഡിങ്. ദർ ആർ 6 ഫോർ ദിസ് കോൺടെസ്റ്റ്. സി ഹൗ മെനി ബെഡ്സ് ഈച്ച് ത്രെഡഡ്. ഹൂ ത്രെഡഡ് ദ മോസ്റ്റ്? ക്യാൻ യു സേ വിത്തൗട്ട് കൗണ്ടിങ്? ഹൗ മെനി ബെഡ്സ് ഡിഡ് ഈച്ച് ത്രെഡ്? ഓരോ ത്രെഡിലും എത്ര ബെഡ്സ് വീതമുണ്ട്? നൗ കൗണ്ട് ആൻഡ് റൈറ്റ്. കൗണ്ട് ചെയ്യാം. ഇതൊക്കെ എത്ര എണ്ണം ഉണ്ട്? 18, സച്ചു 13, ദിയ 15, ജാസ് 19, മിഴി 17, നിഹാൽ 14. ഹൂ വോൺ? ആർക്കാണ് ഏറ്റവും കൂടുതൽ? ജാസിനാണ്. ജാസ്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ബെഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ഫസ്റ്റ് എന്ത് വരും? 19, then 18, 17, 15, 14, ലാസ്റ്റ് 13. 10 and more. How many eggs in each tray? The first tray 7, second tray 6. We wanted 10 eggs in the first tray. First tray എത്ര egg വേണമെന്ന് പറയുന്നത്? 10 വേണം. How many must be taken from the second tray? 10 ആവണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ട്രേയിൽ 7 എണ്ണം മാത്രമേ ഉള്ളൂ, 7 ഉള്ളൂ. 10 ആവണമെങ്കിൽ ഇനി എത്ര എണ്ണം കൂടെ സെക്കൻഡ് ട്രേയിൽ നമ്മൾ എടുക്കണം? 3. 3 എണ്ണം കൂടെ എടുത്താലേ നമുക്ക് എന്താവുള്ളൂ? 10 ആവുള്ളൂ. അതേ രീതിയിൽ താഴെയുള്ളത് ചെയ്യാനാണ് പറയുന്നത്. ഹൗ മച്ച് ഈസ് 9 + 7? അപ്പോൾ 9 + 7 എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് 9 + 1 ചെയ്യാം. 9 eggs ഫസ്റ്റ് സെല്ലിൽ വരക്കുക, 1 egg സെക്കൻഡ് സെല്ലിൽ വരക്കുക. 9 and 1 make 10. ഇതിന് ഇനി എന്ത് ചെയ്യാം? ഈ 10ഉം 6ഉം കൂടി ആഡ് ചെയ്യാം. 10ഉം 6ഉം കൂടി ആഡ് ചെയ്യുക. 10 egg ഫസ്റ്റ് സെല്ലിൽ വരക്കുക, 6 egg സെക്കൻഡ് സെല്ലിൽ വരക്കുക. അപ്പോൾ 9 + 7 ഈസ് ഈക്വൽ ടു 10 + 6 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. നെക്സ്റ്റ് ആഡ് ആൻഡ് റിമൂവ്. 9 and 9 together give 18. Taking away 2 from 11 makes 9. 11 2 എടുത്താൽ എത്രയുണ്ട്? ബാക്കി 9. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. അത് ഫില്ലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഈ സെല്ല് ഫില്ലപ്പ് ചെയ്യണം. എങ്ങനെയാ? 9 2 9 തന്നിട്ടുണ്ട് സെൻറ്ററിൽ. 9ഉം 2ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. 9ഉം 9ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. ദെൻ 9ഉം 5ഉം ആഡ് ചെയ്താൽ 14. 9 8 17. 9 3 12. 12 കിട്ടണമെങ്കിൽ 9ഉം 3ഉമാണ്. 9 3 12. 9 6 15. 9 7 16. 9 10. 10 ആവണമെങ്കിൽ 9ൻ്റെ അപ്പുറം എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. 9 1 10. ദെൻ 9 13 ആവണമെങ്കിൽ 9ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. അപ്പോൾ 9 4 13. There are trophies for the winners of the contest. How many trophies? എത്ര ട്രോഫിയാണ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്ത് എഴുതാനാണ്. ഫസ്റ്റ് സെക്ഷൻ എത്രയുണ്ട്? 10 ആണ്. സെക്കൻഡ് എത്രയുണ്ട്?
അതും 10 തന്നെയാണ്. അപ്പോൾ ടോട്ടൽ എത്ര ട്രോഫി? 10 + 10 = 20.